ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണേ. ആലുവയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ. ഗുരുവായൂരിൽ എത്തിയപ്പോഴത്തേക്കും സമയം രാത്രി 10:30 ആയിട്ടുണ്ടായിരുന്നേ. റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ 12:30 ആയപ്പോഴത്തേക്കും ഗുരുവായൂരിൽ കയറി ക്യൂ നിൽക്കാൻ തുടങ്ങിയതായിട്ടോ. 12 മണിക്ക് നിന്ന ക്യൂ ഞങ്ങൾ ഗുരുവായൂർ കയറി കണ്ണനെ കണ്ടപ്പോഴത്തേക്കും സമയം 7:30 ആയിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോയി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇട്ടേന്ന് വോയിസ് ഓവർ കൊടുക്കണ്ടായോ അപ്പൊ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ 3 വട്ടം ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യമാണ് കേട്ടോ ശരിക്കും ഒന്ന് അകത്ത് കയറി കണ്ട് തൊഴാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയി. എന്തിനാന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല, എന്തോ ഒരു ഫീൽ അകത്ത് കയറി കണ്ണനെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയി. എന്തോ ഇപ്രാവശ്യം കാണാൻ പറ്റിയത് ഓർത്തിട്ട് എനിക്ക് നല്ല രീതിക്ക് സന്തോഷമായി. പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണേ. അങ്ങനത്തെ വെളി വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടു. നമുക്കൊട്ട് സമയമില്ലായിരുന്നു ഓരോ അമ്പലങ്ങളിൽ പോകുന്നതുകൊണ്ട്. പിന്നെ അത് പെട്ടെന്ന് കയറി തൊഴുകട്ടോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ വെച്ചാൽ പ്രതിമ അതൊന്നും എനിക്ക് ആരുടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് അറിയത്തുകൂടിയില്ല. അവിടെ കയറി കണ്ട് ഫോട്ടോസും വീഡിയോസും എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ഭംഗിയാ, എന്ത് വൈബാ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക്. നല്ല കാമാൻ കൂള്, എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ. ഈ വീഡിയോ ആണെങ്കിൽ നല്ല മനസ്സിലാവും. എന്ത് രസമാണ്, ഫുള്ള് ഒരുമാതിരി ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കാനായിരുന്നാലൊക്കെ. ഞാൻ വിഷ്ണുമായ സ്വാമി ചിത്രത്തെക്കുറിച്ച് ഒരുപാട് റീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കയറുന്ന ഫസ്റ്റ് ടൈം ആട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരെ വണ്ടിയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വണ്ടി വന്നിരുന്ന് കഴിക്കുകയാണ്. കുഞ്ഞുമണിയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വന്നത് തൃപ്രയാറിലേക്കാണ്. തൃപ്രയാർ വന്നപ്പോഴത്തേക്ക് അവിടെ പൂജ എടുക്കണം. ഞാൻ അമ്പലത്തിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഇവിടെ വന്ന് മീനൊക്കെ കണ്ട് കുറച്ച് മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരുന്നതാണ് ഞങ്ങൾ. ഇവിടെ ഉള്ളത് എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതായത് നല്ല വലിയ മീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കൊടുത്തു തന്നു കേട്ടോ മീൻ. അങ്ങനെ പിന്നെ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അമ്പലങ്ങളിലൊക്കെ പോകണം എന്നുള്ളതുകൊണ്ട് നമുക്ക് മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല, വ്രതമാണല്ലോ. അപ്പോൾ എന്തായാലും നല്ല രീതിക്കുള്ള ഊണായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. 70 രൂപ കേട്ടോ ഇവിടെ ഊണിന്. അങ്ങനെ പപ്പടവും അങ്ങനെ ഒരുപാട് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂരും മണ്ണാർശാലയിലും പിന്നെ ഓച്ചിറയിലും ആട്ടോ ലാസ്റ്റ് അമ്പലം. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറുന്ന ഡാൻസോട് ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരാൻ നേരത്താണല്ലോ നമ്മുടെ വൈബ് ഫുൾ ഇറങ്ങുന്നത്. പിന്നെ എന്റെ അമ്മയാണെങ്കിൽ ഫുൾ വൈബാണ് കേട്ടോ. പിന്നെ അമ്മയുടെ കൂട്ടുകാരാണ് എനിക്കിന്ന് ചേച്ചി. അങ്ങനെ അമ്മയുടെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും വൈബിലേക്ക് ഇറങ്ങിട്ടോ. പാട്ട് കേട്ടാൽ നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ ഞാനും ഇറങ്ങി തുള്ളലായിരുന്നേ. പിന്നെ അതെ കുഞ്ഞുമണി കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ കുഞ്ഞുമണി എന്റെ കണക്ക് പാട്ട് കേട്ടാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. തുള്ളല ഞാനും കുഞ്ഞുമണി അമ്മയൊക്കെ ഒരേ വൈബാണ് കേട്ടോ. അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അനിയത്തി ആയിരുന്നു ഫസ്റ്റ് ഇറങ്ങി. പക്ഷെ അനിയത്തി ഇല്ലാതായിപ്പോയി. അങ്ങനെ ഞാനും കുഞ്ഞുമണിയും അമ്മയും കൂടെ ഇവിടെ കിടന്ന് തുള്ളലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ പോയിട്ടുള്ള ഒരു കൊച്ചു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ മുതൽ നമ്മൾ പഴയ പോലെ മീറ്റിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഈ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ചെയ്യുമ്മ.